കൃഷ്ണന്റെ ദ്വാരക കടലിന്റെ അടിയിൽ ആണോ? അധിനിവേശക്കാരിൽ നിന്ന് തന്റെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ കൃഷ്ണൻ ഗുജറാത്ത് തീരത്ത് ഒരു ദിവ്യവും സമൃദ്ധവുമായ നഗരമായി ദ്വാരക നിർമ്മിച്ചു. 70,000 കൊട്ടാരങ്ങളുള്ള ഒരു സുവർണ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇത് സ്വർഗീയ വാസ്തുവിദ്യയും സുദർശന ചക്ര ഊർജ്ജവും കൊണ്ട് സംരക്ഷിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. കൃഷ്ണന്റെ മരണശേഷം കടൽ ദ്വാരകയെ മുക്കിക്കളയുമെന്ന് ഒരു പ്രവചനം അവകാശപ്പെട്ടു. തിരമാലകൾ അതിനെ വിഴുങ്ങി അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിൽ ഉപേക്ഷിച്ചു. ആധുനിക മുങ്ങൽ വിദഗ്ധർ ബെറ്റ് ദ്വാരകയ്ക്ക് സമീപം 1980 മുതൽ 2000 പുരാതന ഗ്രന്ഥങ്ങളുമായി പൊരുത്തപ്പെടുന്ന വെള്ളത്തിനടിയിലുള്ള ശിലാഘടനകൾ, മൺപാത്രങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവ കണ്ടെത്തി. ഇത് യഥാർത്ഥ വെള്ളത്തിനടിയിലായ വാസസ്ഥലമാണോ 1500 BC അല്ലെങ്കിൽ മിഥ്യയാണോ എന്ന് ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്യുന്നു. വിശ്വാസികൾ അതിനെ കൃഷ്ണന്റെ അറ്റ്ലാന്റിസ് എന്ന് വിളിക്കുന്നു. നിഗൂഢതകൾ അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് കൃഷ്ണൻ അതിനെ മുങ്ങാൻ അനുവദിച്ചത്? ആഴമേറിയ അവശിഷ്ടങ്ങൾ ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണോ? അതിന് ചരിത്രം തിരുത്തിയെഴുതാൻ കഴിയുമോ? ഇന്ന് തീർത്ഥാടകർ ദ്വാരകയിലെ ആധുനിക ക്ഷേത്രം സന്ദർശിക്കുന്നു. യഥാർത്ഥ നഗരം അറബിക്കടലിനയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു.